പ്രിയ വൈദിക സഹോദരങ്ങളെ, സംതൃപ്ത കുടുംബാംഗങ്ങളെ, ഈ അമ്മച്ചിക്ക് അനുഗ്രഹീതമായ ഒരു യാത്രയെ നൽകുവാനായി ഇവിടെ സന്നിധരായിരിക്കുന്ന പുറപ്പെട്ടവരുമായി അനേകം നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അമ്മച്ചിയുടെ ആരോഗ്യവതിയായിരുന്ന കാലയളവിലാണ് ഞാൻ ഈ ഇടവകയെ ശുശ്രൂഷിച്ചത്. ഈ നിലയിൽ 4 അമ്മച്ചിമാർ വനിതാ സമാജത്തിന്, സ്ത്രീ സമാജത്തിന് അല്ലെങ്കിൽ ഇടവകയുടെ ആത്മീയ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങി ഇറങ്ങുന്നവരായിരുന്നു. ആ 4 പേരെയും ഒരുപോലെയും കാണും. ചട്ടയും മുണ്ടുകൊടുത്ത് നല്ല വെള്ളം ഒരുങ്ങി ദേവാലയത്തിൽ വരുന്ന കാഴ്ച എൻ്റെ മനസ്സിൽ പോലുണ്ട്. ഒരു മനോഹരമായ ഒരു സേവനം ഇടവയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ധീര വനിതയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട അപ്പച്ചനെ ഈ അവസരത്തിൽ ഓർക്കാൻ നിവർത്തിയില്ല. നല്ല ചുറിയുറുക്കോടെ ഇടവയ്ക്ക് വേണ്ടി, ഇടവകയുടെ ആത്മീയ പ്രസ്ഥാനമായിരിക്കുന്ന സൺഡേ സ്കൂളിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതിന് കൈതാങ്ങൽ കൊടുത്ത അമ്മച്ചിയാണ് ഇന്ന് നമ്മിൽ നിന്ന് ഇവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട എബ്രഹാം പറഞ്ഞതുപോലെ ആയുസ് ഒരു അനുഗ്രഹമാണ്. പലപ്പോഴൊക്കെ അത് പ്രയാസവും ഉളവാക്കുന്നതാണ്. ഈ ആയുസ് വളരെ സന്തോഷകരമായി പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. ശാരീരികമായി യാതൊരു ക്ലേശവും അനുഭവിക്കുന്നു. തൻ്റെ പ്രിയ മക്കൾ അമ്മച്ചിയെ വേണ്ടവണ്ണം ശുശ്രൂഷിച്ചു. അവർ അനുഗ്രഹം നേടി. എൻ്റെ നാളുകൾ ദീർഘമാകുവാനായി എൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയുന്ന, ശുശ്രൂഷിക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിച്ച പ്രിയ മകനെയും മകളെയും ഈ അവസരത്തിൽ അവരെ അനുമോദിക്കുന്നു. ഈ ഭൂമിയിലേക്ക് തൻ്റെ ദാസി കടന്നു വന്നപ്പോൾ തന്നെ തൻ്റെ ദാസി കൂട്ടായിട്ടും മരണവും കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ആ മരണം നമ്മോട് കൂടെയുണ്ട്. ദാവീദ് ഈ മരണമെല്ലാം കണ്ടിട്ട് സ്വയം ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, യഹോവേ, എൻ്റെ നാളുകളുടെ അതിർത്തി എത്രമാത്രമുണ്ട് എന്നെ അറിയിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നപ്പോഴും സ്വർഗീയ കൂടാരത്തിലേക്ക് പോകുവാൻ, പറുദീസയിലേക്ക് പോകുവാൻ ഒരുങ്ങി അങ്ങനെ നാളുകൾ കഴിച്ചു കൂട്ടുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരും മാതാക്കളും അങ്ങനെ ഒരുക്കത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതുപോലെ, ഹാനോക്ക് യഹോവയുടെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതുപോലെ ഈ കർത്തദാസിയും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത്. അതിമനോഹരമായ ഒരു വിയോഗം ഒരു ദാസിക്കുണ്ടായതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. അങ്ങനെ ശാരീരികമായ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖകരമാണെങ്കിലും സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് ദാസി ക്രിസ്ത്യാനിക്കടുത്ത് അന്ത്യത്തിൽ കൂടി കടന്നു പോകുന്നു കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നു. ഈ ഇടവയ്ക്ക് വേണ്ടി അതിൻ്റെ ക്ലേശകരമായ അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും വളരെ പ്രത്യാശയോടുകൂടി ഇടവയ്ക്ക് വേണ്ടി ചുരിയൂർക്കോടെ പ്രവർത്തിച്ച ഈ അമ്മച്ചി ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അങ്ങനെ ആ സ്നേഹസമ്പന്നമായ പെരുമാറ്റം ഇവിടെ വരുമ്പോൾ അമ്മച്ചിയുടെ ആ സംസാരവും സ്വീകരണവും എല്ലാം ഒരിക്കൽ കൂടി ഓർത്തു പോകുകയാണ്. അതൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല. അത്രമാത്രം സന്തോഷകരമായ അനുഭവം ഈ ദാസ് നമുക്കെല്ലാവരും തന്നിട്ട് പോകുകയാണ്. പ്രിയ മകള് താമസിച്ച കുടുംബത്തിൽ അമേരിക്കയിൽ താമസിക്കുന്ന മക്കളുടെ അടുക്കൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അവരുടെയും ഈ അമ്മച്ചിയുടെ തന്നെ സ്വഭാവ രീതിയുള്ളവരാണ് അവരൊക്കെ. വളരെ സന്തോഷകരമായ ഈ കുടുംബജീവൻ നയിക്കുന്ന പ്രിയ മക്കളെ, കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനുള്ള അവസരം നമുക്ക് ലഭിച്ച് സന്തോഷിക്കുന്നു. ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളും സ്വർഗീയമായ വാഴ്വുകളും ദാസിക്ക് നൽകട്ടെ. പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളിലൂടെയുള്ള വാസം ഇതിൻ്റെ ദാസിക്ക് ലഭിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ കൂടാര പെരുന്നാൾ ദിവസം നമുക്കറിയാം, നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഏലിയ ദീർഘദർശിയോടും മോശയോടും കൂടെ ഒരുമിച്ച് സംസാരിക്കുന്നതും കൂട്ടായ്മ പങ്കിടുന്നതും കാണുമ്പോൾ ആ അവസ്ഥ ഓരോ വിശ്വാസിക്കും സ്വർഗത്തിൽ പറുദീസായി ലഭിക്കും എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. നാം എപ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകും എന്ന് നമുക്ക് ആർക്കും വ്യക്തമില്ലെങ്കിലും നാം ഒരുക്കമുള്ളവരായിരിക്കുകയും
ഈ അമ്മച്ചിക്ക് ലഭിച്ച ഈ നല്ല ഓർമ്മയും നല്ല അന്ത്യവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അമ്മച്ചിയുടെ ശാരീരികമായ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളോട് ദൂരവയായിരിക്കുന്ന പ്രിയമക്കളോട് അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം ഈ അവസരത്തിലൂടെ അറിയിക്കുന്നു. അതേസമയം ഇടവകയുടെ പ്രതിനിധി എന്ന നിലയിലും ഞാൻ സംസാരിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട ആചാര്യന്മാരുടെ പ്രതിനിധിയായി നിങ്ങളുടെ അനുശോചനം അമ്മച്ചിക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു.